അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണേ എനിക്ക് ഈ മാസം ഒരു സന്തോഷത്തിൻ്റെ മാസമാണ്. എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായ മാസമാണ് ഈ മാസം. ആ സന്തോഷം എൻ്റെ മറ്റു കൂട്ടുകാരെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. നമുക്കൊരു സന്തോഷം മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിക്കോലോ, അതിനു വേണ്ടി. അതായത് എൻ്റെ ഒരു സാധാരണക്കാരനായ കൂട്ടുകാരൻ. സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം അത്യാവശ്യത്തിനൊക്കെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല എന്നർത്ഥം. അയാളെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അയാൾ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ബഹുമാനിക്കുമ്പോൾ ഗ്രൂപ്പ് നോക്കൂല. എല്ലാ ആളുകളോടും അയാൾക്ക് ഇഷ്ടമാണ്, ബഹുമാനമാണ്. ആ സുഹൃത്തിന് ഈ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഒരു കാന്തപുരം വിരോധം. അതിന് കാരണം മറ്റൊന്നുമല്ല, അയാളുടെ ജീവിതത്തിൽ ഒരു കാന്തപുരം വിരോധിയായ ഒരു കൂട്ടുകാരനെ കിട്ടിയെന്നുള്ളതാണ്. അദ്ദേഹം വീഡിയോ ക്ലിപ്പുകളായിട്ടും പത്രക്കട്ടിങ്ങുകളായിട്ടും കുറേശ്ശെ ഈ വെറുപ്പിന്റെ വിഷം ഇയാളുടെ മനസ്സിൽ കോരിയിട്ടു. അതാണ് അതിന്റെ കാരണം. അതിൽ വിരോധമുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നോളജ് സിറ്റിയായിരുന്നു. നോളജ് സിറ്റിയെ കുറിച്ച് ഇയാളുടെ മനസ്സിൽ കയറ്റിവെച്ച സംഭവം, നോളജ് സിറ്റി എന്ന സംഭവം തന്നെ കളവാണ്. അങ്ങനൊരു സംഭവം അള്ളാഹുവിന്റെ ഭൂമിയിൽ 5 സെന്റ് സ്ഥലം പോലും അതിനില്ല. അത് പണം പിരിക്കാനുള്ള ഒരു കളവാണ്, തട്ടിപ്പാണ്, ഇങ്ങനെല്ലാം പറഞ്ഞിട്ടാണ് ഇയാളെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ആ സംഭവം ഈ അടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും യൂസുഫ് അലി സാഹിബൊക്കെ അവിടെ വന്ന് പല സംരംഭങ്ങളും ഉദ്ഘാടനം ചെയ്തതോടുകൂടെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മനസ്സിൽ മറ്റുള്ള ആളുകൾ കയറ്റി വെച്ച കാര്യങ്ങളൊക്കെ കളവായിരുന്നു എന്ന് ഇയാൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടും. അതിനുശേഷം ഇയാൾക്കുണ്ടായ മാറ്റം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു സംഭവം കളവാണെന്ന് തെളിഞ്ഞാൽ മറ്റുള്ളതിലും അത് ബാധിക്കും. ഉദാഹരണം, നമ്മളൊരു കടയിൽ നിന്നൊരു കോള വാങ്ങി കുടിച്ചു. നമ്മൾ സാധാരണ കുടിക്കാറുള്ളതാണ്. എന്നാൽ ഒരിക്കൽ ഒരു കോളയിൽ നിന്ന് ഒരു എലിയുടെ വാല് കിട്ടി. ഒരു ഉദാഹരണം പറയാം. ആ എലിയുടെ വാല് കിട്ടിയ കാരണത്താൽ നമുക്ക് എന്തായി, ആ കടയിൽ നിന്ന് വാങ്ങിച്ച മുഴുവൻ കോളയിലും ആ സംശയം വരും. എല്ലാം ഒരു കമ്പനിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ഇയാൾക്ക് ഈ വിരോധത്തിന് കാരണമായ കുറേ വീഡിയോ ക്ലിപ്പുകളിൽ ഒന്ന് എനിക്ക് ലഭിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വിഭാഗം സുന്നികൾക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രഭാഷണം AP ഉസ്താദ് നടത്തിയതാണ്. ആ പ്രഭാഷണം ഒരു AP വിരോധിയായ ഇയാളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അയാൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഉസ്താദിന്റെ പ്രഭാഷണം, അതിന്റെ ഒറിജിനൽ കണ്ടെത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. യൂട്യൂബിൽ തെരഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. അത് ഞാൻ ഇയാൾക്ക് അത് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ഇയാളിലുണ്ടായ മാറ്റം. അതായത് ഉസ്താദിന്റെ ആ പ്രഭാഷണം നമ്മൾ ആദ്യം ഒന്ന് കേൾക്കാം. ഇവിടെ സമ്മേളനങ്ങൾ നടത്താൻ, വയലുകൾ നടത്താൻ നിരവധി ചെലവുകളുണ്ട്. നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ചെലവുള്ളത് ഈ വയലും പ്രസംഗവും നോട്ടീസും വാൾപോസ്റ്റും ഇതിന്റെ ചെലവാണ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ വമ്പിച്ചൊരു തുക നമുക്ക് ചെലവാകുന്നുണ്ട്. ഇത് ചെലവാകാതിരിക്കാൻ കഴിയുമായിരുന്നു വെള്ളിയാഴ്ച ജുമാ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ പ്രസംഗിച്ചു കൊടുത്താൽ കഴിയുമായിരുന്നു. കാരണം വെള്ളിയാഴ്ച പള്ളിയിൽ എല്ലാവരും വരും, അവിടെ ഗ്രൂപ്പില്ല. പുരുഷന്മാര് മുഴുവനും പള്ളിയിൽ വരും, വയസ്സന്മാര് പോലും മടി കുത്തിയിട്ട് വരും. അപ്പൊ ഖതീബ് ഇങ്ങനെ പറയുന്നത് മുഖത്തേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അറബിയല്ലാത്ത ഭാഷയിൽ പ്രസംഗിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമാവുകയും ഈ പ്രസംഗങ്ങളൊക്കെ നിർത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അത് അല്ലാഹു തആല വിരോധിച്ചത് കൊണ്ട് തന്നെ. അല്ലാഹു തആലയും അവന്റെ റസൂലും വിരോധിച്ചതാണ് വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കൽ. വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ
അറബിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ജുമാ ഖുതുബ ആരെങ്കിലും നിർവഹിച്ചു നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്, ഖുതുബ ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്, കുറ്റക്കാരനാണ്. ഇതാണ് പ്രഭാഷണം. എന്താ സംഭവം? എല്ലാ വിഭാഗം സുന്നികളും ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ അതുകൊണ്ട് ഒരുപാട് ലാഭവും ഗുണവും ഉണ്ടായിട്ടും നമ്മൾ അത് ചെയ്യാത്തത് അത് അനുവദനീയമല്ലാത്തത് കൊണ്ടാണ്. ഇതാണ് ഉസ്താദ് പറഞ്ഞത്. പാടില്ലാത്തത് തെറ്റായത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഇനി അയാൾ കാണിക്കുന്ന തോന്നി വസം നോക്കണെങ്കിൽ സംഗതി അയാള് നല്ലൊരു സംഗതിയെ പറഞ്ഞത്, അത് പറഞ്ഞതൊക്കെ പാടെ കൂട്ടി വായിച്ചു വന്നു നോക്കുമ്പോ ഒക്കെ പാടതിലടങ്ങുകയായി. അദ്ദേഹം പറയാണ് പ്രഭാഷണത്തിന്റെ ഒക്കെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു പള്ളിയിൽ കാണാൻ നടക്കുകയാണെങ്കിൽ ആ പള്ളിയിൽ കാണുന്ന വലിയൊരു ചെലവുണ്ട്. നോട്ടീസ് ഒട്ടിക്കണം, മൈക്ക് അനൗൺസ്മെന്റ് വേണം, സമ്മേളനം നടക്കണം, ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടണം, അതിന് ലൈറ്റ് വേണം, അങ്ങനെ കുറെ ചെലവുണ്ട്. ആ ചെലവൊക്കെ നമുക്ക് ചുരുക്കാൻ ഒരു മാർഗമുണ്ട്. അവനവന്റെ മഹല്ലില് വെള്ളിയാഴ്ച മിമ്പറുമെന്ന് നല്ലൊരു പ്രസംഗം അങ്ങോട്ട് കാച്ചാൽ ഇതിനൊക്കെ പരിഹാരമാകും. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് പ്രസംഗം കാച്ചിലാക്കാരാരാ? മുജാഹിദുകാരാണ്. അങ്ങനെ നടത്തിയാൽ ഇതിലൊക്കെ പരിഹാരമാകുന്ന മൂപ്പരെ പുതിയ കണ്ടെത്തല്. ആരാ ബിദ്അത്തിന്റെ ആശയം വരുന്നത്? ഇത് വെച്ചുകൊണ്ട് മുജാഹിദും ജമാഅത്തും പരസ്യമായി വെല്ലുവിളിക്കുന്നത് ഞങ്ങള്. നിങ്ങൾക്ക് ഇതിനെ തിരുത്താൻ കഴിഞ്ഞു പറയട്ടെ. സമ്മേളനങ്ങൾ നടത്താൻ, വഅളുകൾ നടത്താൻ നിരവധി ചെലവുകളുണ്ട്. നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ചെലവുള്ളത് ഈ വഅളും പ്രസംഗവും നോട്ടീസും വാൾപോസ്റ്റും ഇതിന്റെ ചെലവാണ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ വമ്പിച്ചൊരു തുക നമുക്ക് ചെലവാകുന്നുണ്ട്. ഇത് ചെലവാകാതിരിക്കാൻ കഴിയുമായിരുന്നു വെള്ളിയാഴ്ച ജുമാ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ പ്രസംഗിച്ചു കൊടുത്താൽ കഴിയുമായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച അടിച്ചുകൂടി പ്രസംഗം, വെള്ളിയാഴ്ച മെമ്പറമെന്ന്. ആ മെമ്പറമെന്ന് വെള്ളിയാഴ്ച പ്രസംഗം അടിക്കണേനാണ് പൊന്നാര ഹബീബന്മാരെ മലയാളത്തിൽ കുത്തുപോകുക പറഞ്ഞ്. അത് മുജാഹിദ് ജമാഅത്താ ചെയ്യല്. അങ്ങനെ പ്രസംഗങ്ങൾ അടിച്ച കായ്ക്കാക്കം കിട്ടും. പക്ഷെ വിദ്യാർത്ഥിന്റെ ആശയം പൊന്തി വരും. ആരാ അവിടെ വിദ്യാർത്ഥി പ്രചരിപ്പിക്കുന്നത്? ഞങ്ങളാ വിദ്യാർത്ഥി പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവന്റെ ന്യൂനത കാണാൻ വലത് കൈയിന്റെ ചൂണ്ടുവരൽ ഇങ്ങനെ ചൂണ്ടുമ്പോ ആ കൈയിന്റെ 3 പേരിൽ അവനവന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടുകയാണ്. സാമാന്യമായ ബോധം ഉണ്ടായിരിക്കണം ഈ സമയത്ത് പറയാം. കേട്ടല്ലോ, എന്താണ് ഇതിന് തോന്നിവാസം എന്നല്ല പറയാം. അറബിയല്ലാത്ത ഭാഷയിൽ പ്രസംഗിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമാവുകയും ഈ പ്രസംഗങ്ങളൊക്കെ നിർത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അത് അല്ലാഹു തആല വിരോധിച്ചത് കൊണ്ട് തന്നെ. അല്ലാഹു തആലയും അവന്റെ റസൂലും വിരോധിച്ചതാണ് വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കൽ. വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ അറബിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ജുമുഅ ഖുതുബ ആരെങ്കിലും നിർവഹിച്ചു നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്, ഖുതുബ ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്, കുറ്റക്കാരനാണ്. ഇത് അനുവദനീയമല്ലാത്തതും കുറ്റകരവുമായത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് എന്ന പ്രധാനപ്പെട്ട ഈ പ്രസംഗത്തിന്റെ ഭാഗം കട്ട് ചെയ്തു. ഇയാളെ കണ്ടാൽ നമുക്കൊരു പണ്ഡിതനാന്ന് തോന്നും. പണ്ഡിതന്മാര് കളവ് പറയില്ല എന്നാണ് ഇയാളെ മനസ്സിലുള്ളത്. ഇതിപ്പോ കളവാണ് എന്ന് രണ്ടാമത്തെ കളവാണ് അയാൾക്ക് കിട്ടുന്നത്. ഒന്ന് അയാൾ സ്വയം മനസ്സിലാക്കി നോളജ് സിറ്റി, രണ്ടാമത്തും മനസ്സിലായി. ഇന്ന് എന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ഇത് കാരണം ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നും അതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ വീഡിയോയോട് കൂടി എന്റെ സുഹൃത്തിന്റെ കാന്തപുരം വിരോധം മാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 2020 മാർച്ചിൽ നോളജ് സിറ്റി ഉദ്ഘാടനത്തിന് അദ്ദേഹം ഉണ്ടാവും. അടുത്ത മർക്കസ് സമ്മേളനത്തിന് അദ്ദേഹം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഏറ്റുസ്താദിനെ കണ്ടിട്ട് പൊരുത്തപ്പെടിക്കാനൊക്കെ ആൾക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.